ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലെങ്കിൽ വേണ്ട, അമ്മ എവിടെ ചെന്നിട്ടില്ലെങ്കിലോ? അമ്മയെ കാണാനില്ലെന്നറിഞ്ഞ സുചിത്രയുടെ ബഹളം ഉണ്ടാക്കും. അത് വേണ്ട. എങ്കിൽ പിന്നെ ആരെയാ വിളിക്കേണ്ടത്? നിങ്ങൾ പേഷ്യന്റ് ആരാ? അയൽവക്കത്തുള്ളതാ. അമ്മയ്ക്ക് പെട്ടെന്ന് വേദന വന്നപ്പോ ബന്ധുക്കാരും അടുത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാ ഞാൻ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പേരെന്താ? എന്റെ ആണോ? മീനാക്ഷി. ആണോ? മീനാക്ഷി വാ. പേഷ്യന്റിനെ ഇവിടെ എത്തിച്ചപ്പോ ഓക്സിജൻ ലെവൽ വളരെ കുറവായിരുന്നു. പെട്ടെന്ന് എത്തിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ സ്റ്റേജ് ലെവൽ മാറിയേനെ. ഇപ്പോഴും ആളിന്റെ ബോഡി വളരെ വീക്കാ. ഒരു ചെറിയ കാർഡിയാക് അറ്റാക്കാ സംഭവിച്ചത്. ആൻജിയോഗ്രാമിൽ ബ്ലോക്ക് കാണുന്നുണ്ട്. ആൻജിയോപ്ലാസ്റ്റി അടിയന്തരമായിട്ട് ചെയ്യണം. കാര്യങ്ങൾ മീനാക്ഷി ബന്ധുക്കളുമായിട്ട് സംസാരിക്കണം. ആളിനെ കൊണ്ട് കഠിനമായ ജോലി ചെയ്യിപ്പിക്കാനോ ടെൻഷൻ അടുപ്പിക്കാനോ പാടില്ല. ശരി ഡോക്ടർ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഇത് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. മറ്റെന്തോ പ്രശ്നങ്ങൾ പേഷ്യന്റിനുണ്ട്. MRI അടക്കമുള്ള കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. ശരിയായി ഡയഗ്നോസ് ചെയ്താലേ മെഡിസിൻ കുറിക്കാൻ പറ്റൂ. സ്ഥിരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ അത്യാവശ്യമായിട്ട് കൺസൾട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോയി കാണണം. ഏതായാലും നേരത്തെ എത്തിച്ചത് ഭാഗ്യം. മനസ്സിന് ടെൻഷൻ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇപ്പോ ഓവർ ടെൻഷൻ വന്നതാ തളർന്നു വീഴാൻ കാരണം. ഇത്ര വലിയ ടെൻഷൻ എന്താ കാര്യം? ഇളയ മകനോടൊപ്പമാണ് ചന്ദ്രികമ്മ ഇപ്പോ. ചന്ദ്രികമ്മയുടെ ഭർത്താവ് മൂത്ത മകനോടൊപ്പം. ആദ്യമായിട്ടാ ചന്ദ്രികമ്മ ഭർത്താവിന് പിരിഞ്ഞു കഴിയുന്നത്. അപ്പോ അതിന്റെ ഒരു ടെൻഷനായിരിക്കും. ഞങ്ങൾ ഇന്ന് വരെ പിരിഞ്ഞു ജീവിച്ചിട്ടില്ല. അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഭർത്താവ് കഴിയുന്നത് അന്യരോടൊപ്പമൊന്നും അല്ലല്ലോ, സ്വന്തം മകനോടൊപ്പം അല്ലേ. അതോർത്ത് സമാധാനിക്കുക. മനസ്സിനെ പരമാവധി ടെൻഷനാകാതെ നോക്കുക. തൽക്കാലത്തേക്ക് ഞാൻ 2 ടാബ്ലറ്റ് എഴുതാം. രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ടാബ്ലറ്റ് കഴിക്കണം. ടെൻഷൻ ഇല്ലാതെ സുഖമായി ഉറങ്ങാൻ കഴിയും. മെഡിസിൻ എടുക്കുന്ന സ്ഥലത്തേക്ക് പൊയ്ക്കോളൂ. ശരി എന്നാ. എഴുന്നേക്കാം. പതിയെ. എത്ര നേരമായി ട്രൈ ചെയ്യുന്നു. അമ്മ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. ഈ അമ്മ ഇത് എവിടെ പോയിരിക്കുക? തള്ള വല്ല നരകുഴിയിലും പോയി വീണിട്ടുണ്ടാവും. മോശം. എന്റെ പൊന്നു ഹരിതെ, കണ്ണിച്ചോരയില്ലാതെ വർത്താനം പറയല്ലേ.
എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിട്ട് അമ്മയൊന്ന് പുറത്തു പോയിട്ടുണ്ടാവോ? അമ്മയോടൊന്നും പറയാതെ നമ്മൾ വീട് പൂട്ടി പുറത്തു പോയത് മര്യാദകേടായി പോയി. വീടും പൂട്ടി പുറത്തു പോകുന്നതാണോ മര്യാദകേട്? അമ്മയ്ക്ക് എടുക്കാൻ പാകത്തിന് താക്കോൽ വെച്ചിട്ട് ആ കാര്യം അമ്മയെ വിളിച്ച് പറഞ്ഞിട്ട് പോകായിരുന്നു. അതായിരുന്നു മര്യാദ. നിർത്ത്. അവന്റെ ഒരു മര്യാദ. എന്റെ വീട്ടിലെ എന്റെ ചെലവിന് കഴിയുമ്പോഴേ പുറത്തു പോകുമ്പോ എന്നോടെങ്കിലും അനുവാദം ചോദിക്കണം. അതാണ് മര്യാദ. അല്ലാതെ തന്നിഷ്ടപ്രകാരം ചാടി പുറത്തു പോകുമ്പോ ഉള്ള ഫലമേ നിന്റെ തള്ള അനുഭവിക്കണം. അനുഭവിപ്പിക്കും ഞാൻ. ഹരിതേ, പുറത്തു പോയ തള്ള തിരിച്ചു വരുമ്പോഴേ അകത്ത് കേറാൻ കഴിയാതെ പുറത്തു നിന്ന് ചൊറി കുത്തണം. അതിനാ വീടും പൂട്ടിയിട്ട് പോയത്. അതിലേ ഒരു തെറ്റുമില്ല. സ്വിച്ച് ഓഫ് തന്നെ. പുറത്തുപോയ അമ്മ ഇനി തിരിച്ചു വന്ന് കാണുവോ? വന്നപ്പോ വീട് പൂട്ടിക്കിടക്കുന്ന കണ്ടിട്ട് വീണ്ടും പുറത്തുപോയി കാണുവോ? ദൈവമേ, എങ്കി അമ്മ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും അമ്മ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവുക? ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ. ഒരുപക്ഷെ അച്ഛനെ കാണാൻ കുടുംബ വീട്ടിലേക്ക് എങ്ങനെ പോയി കാണുമോ? സുചിത്രയെടുത്ത് ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, അമ്മ എവിടെ ചെന്നിട്ടില്ലെങ്കിലോ? അമ്മയെ കാണാനില്ലെന്നറിഞ്ഞ സുചിത്രയുടെ അടുത്ത് ബഹളം ഉണ്ടാക്കും. അത് വേണ്ട. എങ്കിൽ പിന്നെ ആരെ വിളിക്കേണ്ടത്? ഈ രാത്രി ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാനാ? മനോജെ, വായി നോക്കാൻ പോയവരൊക്കെ തിരിച്ചു വന്നോളും. എനിക്ക് വിശക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും വേണം. മനോജെ, എനിക്ക് വിശക്കുന്നു. അടുക്കളയിലൊന്നുമില്ല. ഭക്ഷണം എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്ത് തരാം. അത് വേണ്ട. അങ്ങനെ ഹോട്ടൽ ഭക്ഷണം കഴിക്കാനായിരുന്നെങ്കിലേ വരുന്ന വഴിക്ക് കഴിക്കായിരുന്നല്ലോ. എനിക്ക് ഇവിടെ പാചകം ചെയ്ത ഭക്ഷണം മതി. ഹരിതേ, വെറുതെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്. അടുക്കളയിലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ നീ ഉണ്ടാക്കി തരണം. നിന്റെ തള്ള ആഹാരമൊന്നും ഉണ്ടാക്കി വെക്കാതെ കറങ്ങാൻ പോയിരിക്കുമല്ലേ? നീ എന്തുവായി ആലോചിക്കുന്നേ? മോളുടെ വിശപ്പ് മാറ്റിത്തരാന്ന് പറഞ്ഞ